ഹലോ ഗായ്സ്, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ ടൗണിൽ പോയപ്പോഴാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ അവിടെ നടക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ ഐറ്റമായ നമ്മൾ കമ്മൽ എന്തായാലും വാങ്ങണം തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു കമ്മൽ എന്തായാലും സെലക്ട് ചെയ്ത്, ബാക്കിയൊക്കെ ഇങ്ങനെ കണ്ണോടിച്ച് വിട്ടുപോകും. പല ടൈപ്പ് കപ്സും എന്താ പറയുക, എല്ലാ സ്റ്റോളും ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ തോന്നും. കയ്യിൽ നല്ല കാശൊക്കെ കരുതിയിട്ട് പോകേണ്ടതാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ വായ തോന്നിയ പൈസയും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ എന്തായാലും നോക്കി പോകുമല്ലോ. ചില ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്ത നമ്മൾ കുറച്ച് ടൈം എടുത്ത് സെലക്ട് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും പോയി എടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ബാർഗെയിൻ ചെയ്യേണ്ടി വരും. അവരാദ്യം ഒടുക്കത്തെ റേറ്റാണ് എല്ലാത്തിനും പറയണത്. പിന്നെ ചെരുപ്പും എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കുറേ സ്വീറ്റ് ഐറ്റംസും പണ്ടത്തെ പല ടൈപ്പ് മിഠായികളൊക്കെ കാണാണ്ട് നമ്മൾ ഡയറ്റിലായതുകൊണ്ട് നമ്മളതൊന്നും വേഗം ഓടിച്ച് നടന്ന് കണ്ടു. പിന്നെ കിച്ചണിലുള്ള ഐറ്റംസും അങ്ങനെ കുറേ സംഭവം ഇതേ നമ്മൾ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം ഗുജറാത്തി സ്വീറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ബേക്കറി ഐറ്റംസും കുറേ ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തോളൂ. പിന്നെ ബുക്ക് സ്റ്റോളിൽ നമ്മൾ എന്തായാലും ഒരു ബുക്ക് എടുത്തു പോകും. ഞാനൊരു ബുക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ കുറേ ബുക്സും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഉള്ള ബുക്ക് തന്നെ വായിച്ച് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒന്നും എടുത്തില്ല. പിന്നെ അച്ചാറ് കണ്ടേ നമുക്കിങ്ങനെ വായിൽ വെള്ളം വരും. പക്ഷെ ഇതൊക്കെ അങ്ങനെ നോക്കി സ്പീഡിൽ നടന്ന് കവർ ചെയ്ത് പോയി. ബാംഗിൾസൊക്കെ മോഡൽസൊക്കെ നോക്കി. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. പിന്നെ ഇതാ പല ടൈപ്പ് സ്വീറ്റ്സ്. നമ്മളെ മെയിൻ കുട്ടികളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും നമുക്ക് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റില്ല. ഇനി ഇങ്ങനെ ഫുഡ് നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പം സോഡ, സർബത്ത്, ലൈമ്, ജ്യൂസ്, മറ്റേത് മറിച്ചത് എല്ലാം ഉണ്ട്. വീട്ടിൽ അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങും. ഞാനിത് ഒന്ന് മാത്രം കഴിച്ചു. ഡയറ്റിലായതുകൊണ്ട് എന്താ ഇപ്പോൾ കഴിക്കുക, നല്ലൊരു ഇളനീരും കുടിച്ചൊരു സ്വീറ്റ് കോൺ കഴിച്ച്. ഈ ബജി സാധനങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ സ്പേസും കഴിഞ്ഞ് ചാർജും കഴിഞ്ഞ്. പിന്നെയുണ്ട് കിഡ്സിനെ പറ്റിയ പാർക്കുണ്ട്, കുറേ നടന്ന് കാണാനുണ്ട്. പിന്നെ കാണാത്തവർ എന്തായാലും May 28 വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയി കണ്ടോ.